കരിപ്പൂരിലെ വിവരങ്ങളുമായി AK ലതീഷും അതോടൊപ്പം തന്നെ നെടുമ്പാശ്ശേരിയിലെ വിവരങ്ങൾ നൽകാൻ ചേതൻ സാജനും കൂടി ചേരുന്നുണ്ട്. ലതീഷിലേക്കാണ്. ലതീഷ്, അതായത് 6 വിമാന സർവീസുകളാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് റദ്ദാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് യാത്രക്കാർക്കുണ്ടാക്കിയ ദുരിതം എന്നത് ചെറുതായിരിക്കില്ല. നേരത്തെ യാത്രക്കാർക്ക് ഇൻഫർമേഷൻ നൽകിയിരുന്നോ ക്യാൻസലേഷനുമായി ബന്ധപ്പെട്ട്? അഞ്ജന, ഇത്തരത്തിൽ യാത്രക്കാർക്ക് മുൻകൂട്ടി വിവരങ്ങൾ, അതുകൊണ്ട് തന്നെ യാത്രക്കാർ ആരും എയർപോർട്ടിലെത്തിയില്ല. അതുകൊണ്ട് ആ തരത്തിലുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നില്ല. ഇന്നലെയും ആ നിലയിൽ തന്നെയായിരുന്നു. ഇന്നലെയും ഇത്തരത്തിൽ 6 വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 13-ാം തീയതി വരെ 2 ദിവസം കൂടി ഇത്തരത്തിൽ ഈ 6 വിമാനങ്ങളും സർവീസ് മുടങ്ങും, ഈ വിമാനങ്ങളുടെ സർവീസ് മുടങ്ങുമെന്നാണ്. ഇന്നിപ്പോൾ റദ്ദാക്കിയിരിക്കുന്ന സർവീസുകൾ റാസൽ ഖൈമ, ദുബായ്, കുവൈത്ത്, ദോഹ, ബഹ്റൈൻ, ദമാം വിമാനങ്ങളാണ്. ഇത്തരത്തിൽ 6 ഇടങ്ങളിലേക്ക് പോകേണ്ട വിമാനങ്ങളാണ്, എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് കരിപ്പൂരിൽ നിന്നും റദ്ദാക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുൻകൂട്ടി യാത്രക്കാർക്ക് ഇത് സംബന്ധിച്ച് അറിയിപ്പ് ലഭിച്ചിരുന്നു. അതുകൊണ്ട് യാത്രക്കാരും തന്നെ എയർപോർട്ടിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വന്ന് മടങ്ങി പോകേണ്ട സാഹചര്യം നിലവിലില്ല. മുൻകൂട്ടി അറിയിച്ച ഒരു നിലയാണ് ഉണ്ടായിരുന്നത്. 13-ാം തീയതി വരെ ഇത് തുടരുമെന്നാണ് നമുക്ക് എയർപോർട്ട് അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും സമരം അവസാനിച്ചെങ്കിലും സർവീസുകൾ പൂർണ്ണ തോതിൽ പഴയപടി ഇതുവരെ കൊണ്ടുവരാൻ എയർ ഇന്ത്യ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് വലിയൊരു വീഴ്ചയായി തന്നെ തുടരുകയാണ്. ആളുകൾ വലിയ തോതിലുള്ള പ്രതിസന്ധി ഇത് സംബന്ധിച്ച് അഭിമുഖീകരിക്കുന്നുണ്ട്. മറ്റ് വിമാന സർവീസുകളെ ആശ്രയിച്ച് ആളുകൾ വിദേശത്തേക്ക് ഉൾപ്പെടെ പോകുന്ന സാഹചര്യമുണ്ട്. കരിപ്പൂരിൽ നിന്ന് മറ്റ് വിമാനങ്ങളും സർവീസ് നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ തുക മുടക്കിയും മറ്റും അടിയന്തരമായി പോകേണ്ട ആളുകൾ ആ നിലയിലുള്ള യാത്ര ക്രമീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അഞ്ജന.